ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഒരു ബീട്രൂട്ട് പായസത്തിൻ്റെ വീഡിയോയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ആദ്യം തന്നെ 2 വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചുവപ്പ് നിറത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം ബീട്രൂട്ട് കൂടുതൽ എടുക്കണം. അപ്പോൾ ഈ ബീട്രൂട്ട് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അങ്ങനെ നമുക്ക് ബീട്രൂട്ട് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 3 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ടേ. നല്ലപോലെ തണുത്തതിന് ശേഷം ഈ ബീട്രൂട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ചവ്വരി നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഈ സേമിയയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങയും നല്ലപോലെ നെയ്യിൽ വറുത്തെടുക്കാം. സേമിയ നല്ല ഫൈനായിട്ടുള്ളൊരു സേമിയയാണ്. അതാകുമ്പോൾ ഇത് നല്ലപോലെ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈ സേമിയ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറിലാട്ടോ വേവിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നേരത്തെ കാച്ചി വെച്ചിരുന്ന ആ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. ഈ ബീട്രൂട്ട് പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ പാലും നെയ്യും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കപ്പ് പാല് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചസാര 4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര മധുരം വേണോ അതിന് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ ചവ്വരിയും ആ സേമിയൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ നമ്മൾ ബീട്രൂട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. നെയ്യ് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പായസം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണേ. ഉണക്കമുന്തിരിയും ഏലക്കയും കാഷ്നട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ബീട്രൂട്ട് പായസം തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്